ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നിപ്പോൾ ദോശ പരിപാടിയാണ് കേട്ടോ. എൻ്റെ വകയല്ല, ഏട്ടൻ്റെ വകയാണ്. അപ്പോൾ ഞാനൊന്ന് കുളിച്ച് നീ കുളിക്കാൻ വയ്ക്കുമോ, ഞാൻ ദോശ ചുട്ടോളാം പറഞ്ഞപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴേക്കും 2 ദോശ ചുട്ടിട്ടുണ്ട്. അപ്പോൾ 2 ദോശയും നല്ല ഗംഭീരത്തിൽ, ഒരു ദോശയല്ല, ഒരു ദോശ വന്നിട്ട് ഒരു 3 ദോശൻ്റെ കട്ടിയുണ്ട്. ഒഴിച്ച മാവ് വെച്ചാൽ പാന് നിറഞ്ഞ് കിടക്കണമുണ്ട്. അപ്പോൾ ഞാൻ ശരി ചുടണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ചുട്ടോളാന്ന് പറഞ്ഞിട്ട് ആൾ കയറിയിട്ട് ചുടണത്. പാന് മൊത്തം പുകഞ്ഞ് പുകഞ്ഞ് അതിലെങ്ങനെയാണ് ദോശ ചുട്ടതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഞാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നു. ഏട്ടൻ്റെ ദോശ പരിപാടി കണ്ടിട്ട് എനിക്ക് ചിരി വന്നു. ശരിക്കും അത് വോയിസ് ഓവർ കൊടുക്കണേക്കാളും കൂടുതൽ അങ്ങനെ എടുത്തിട്ട് വീഡിയോ ഇടണമായിരുന്നു. പക്ഷേ എൻ്റെ വോയിസ് ഒത്തിരി കൂടുതൽ അതിലുണ്ട്. ഇതിനേക്കാളും നല്ല വോയിസിലാണ് അതിലുണ്ടായിരുന്നത്. കാരണം പെട്ടെന്നുള്ള ഒരു ഷോക്കായിരുന്നല്ലോ. നമ്മൾ പെട്ടെന്ന് കാണുമ്പോഴുള്ള റിയാക്ഷനാണല്ലോ അതിലുണ്ടാവുള്ളൂ. അഭിനയിക്കുകയാണെങ്കിലല്ലേ അങ്ങനെ ഇതുണ്ടാവുള്ളൂ. അപ്പോൾ നല്ല സൗണ്ടാണ്. അപ്പോൾ ഞാൻ ആ സൗണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ വിചാരിച്ച്. മൂപ്പര് ദോശ ചുട്ടത്, ദോശയല്ല, ദോശ ചുടാനറിയില്ല, കുക്കിങ് അത്ര അങ്ങോട്ട് പരിചയമുള്ള കൂട്ടത്തിലല്ല. ദോശ ഒരു ചപ്പാത്തി ചുടണ പോലെയും ഓംലേറ്റ് ചുടണ പോലെയൊക്കെയാണ് അവിടെ. കൂട്ടത്തിലൊരു ഫോൺ കോളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ കല്ലിലിട്ട് പുകയ്ക്കുക എന്നല്ലാതെ ദോശ എടുക്കും. ഞാൻ ഇടയിൽ കൂടെ പറയുമ്പോൾ മാത്രമാണ് ദോശ എടുത്ത് അപ്പുറത്ത് പാത്രത്തേക്ക് ഇടുന്നുള്ളൂ. അല്ലെങ്കിൽ ആ കല്ലിലേ ഇട്ടിട്ട് ചുട്ട് ഒരു ദോശ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. അത് ഞാൻ കട്ട് ചെയ്ത് എടുത്ത വീഡിയോ ആണ്. ഒരു ദോശ എത്ര നേരമല്ല അതിൽ കിടന്നിട്ടുള്ളൂ കേട്ടോ. കട്ട് ചെയ്ത് എടുത്ത ഒരു വീഡിയോ ആണ്. ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ദോശ തന്നെ ഒരു 5 മിനിറ്റ് ആ പാനിൽ കിടന്ന് മറിഞ്ഞിട്ടുണ്ടാവും. തിരിച്ചു മറിച്ചു. പാനിൻ്റെ കോലം കണ്ടാൽ അറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും. പാനിനി ഞാൻ വിചാരിച്ചു ഇനി അതിലൊന്നും പറ്റില്ല എന്ന് വിചാരിച്ചു. കാരണം നോൺ സ്റ്റിക്കാണ്. ഇപ്പോൾ നോൺ സ്റ്റിക്കാണെന്ന് കണ്ടാൽ പറയില്ല. പാൻ അത്രയും ഡീസൻ്റ് ആക്കിയിട്ടുണ്ട്. ഒരു വട്ടം ഇട്ടയച്ചാൽ മതി. പിന്നെ ആ പാനിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല. വീണ്ടും ഇത് പോരാ, എനിക്ക് ഇനിയും വേണം പറഞ്ഞിട്ട് ചുട്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചുടാ പറഞ്ഞപ്പോൾ എന്നാൽ ചുട് പറഞ്ഞു. പിന്നെ അപ്പോഴേക്കും മാവ് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനെന്താ ചുടണെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ തൊടാനും പോയില്ല. ദോശ അത് ഒരാൾക്കുള്ളതല്ല, ശരിക്കും 2 ആൾക്ക് കഴിക്കേണ്ട ദോശയുണ്ട്. പക്ഷെ ചുട്ടതല്ലേ പറഞ്ഞിട്ട് ഏട്ടൻ തന്നെ അത് കഴിക്കുകയും ചെയ്തു കേട്ടോ. ഇത് അടുപ്പൊക്കെ ഓഫാക്കിയിട്ടാണ് അത് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ അടുപ്പ് ഓഫാക്കിയിരുന്നു. ഈ ഓഫാക്കിയത് പോലും അറിയണ്ട വീണ്ടും മാവ് ഒഴിക്കാൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഓഫാക്കിയിരിക്കുകയാണ്, അതിലെങ്ങനെ ചുടുക പറഞ്ഞിട്ട് രണ്ടാമത് പാന് സ്റ്റൗ ഓണാക്കി വീണ്ടും ദോശ ചുട്ട്. അത് പിന്നെ നോർമലായിരുന്നു കേട്ടോ, കുറ്റം പറയാനൊന്നുമില്ല. പിന്നെ അറിയാത്തതിൻ്റെതാണ്. ഏട്ടനെ തന്നെ അത് ചുട്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ കഴിച്ചത് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞു എനിക്കുള്ളത് ചുടണ്ട, ഏട്ടൻ മൂപ്പർക്കുള്ളത് മാത്രം ചുട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത്. അത് ദോശ ഒഴിച്ചിട്ട് പാന് തിരിച്ചും മറിച്ചൊക്കെ ചരിക്കണത് കണ്ട ശരിക്കും ഓംലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കില്ലേ ഒഴിച്ചിട്ട്, എന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് എങ്ങനെയാണ് തോന്നിയതെന്ന് എനിക്കറിയില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ്. ഇന്നത്തെ രാവിലത്തെ കലാപരിപാടിയാണ് കേട്ടോ അത്, വേറെ ഒന്നുമില്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് വലിയ വീഡിയോസ് എന്ന് പറയാനൊന്നുമില്ല. ആളുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എനിക്ക് ആ പാനിൽ എനിക്ക് ദോശ ചൂടാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഓഫാക്കിക്കോളാൻ പറഞ്ഞത്. കാരണം അത് അത്യാവശ്യം നല്ലോണം ഹീറ്റായി കിടക്കണം. ഇനി അതിൽ ദോശ ചുട്ടാൽ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ പറഞ്ഞിട്ടാണ് ഓഫാക്കാൻ പറഞ്ഞത്. ഞാൻ പിന്നാലെ തന്നെ പോയി. അതിൻ്റെ പിന്നാലെ തന്നെ ഞാനും പോയി. എന്താ മൂപ്പര് കാണിക്കുന്നത്, അപ്പം നീ എന്തിനാ പിന്നാലെ വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ടാണ് ആൾ പോണത്. അപ്പോൾ ഞങ്ങൾ 2 ആളും രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ സിറ്റ് ഔട്ടിലിരുന്ന കേട്ടോ, ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ടാറ്റ പറയുന്നൊക്കെ പറഞ്ഞപ്പോൾ കേൾക്കുന്നില്ല. ആൾ തലയും താത്തിയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ വീഡിയോസ് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കേട്ടോ, സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.